അനിയന്മാരെ, നാരായൺ സാറ് നിങ്ങളോട് എന്നും സ്നേഹത്തോടെയല്ലേ പെരുമാറിയിട്ടുള്ളൂ, അല്ലേ? ശരിയായോ? പിന്നെ നന്നായിട്ടുണ്ട്. നീ നല്ല പഠിക്കാറുണ്ടാവും, തീർച്ച. ഓ, അച്ഛൻ്റെ കൂടെ മരപ്പണിക്ക് പോയാൽ മതിയായിരുന്നു. സർക്കാർ ഉദ്യോഗം മോഹിച്ചു വന്നു. കാലത്ത് ഉച്ചയ്ക്കും വെള്ളം പോലും തന്നില്ല അല്ലേ? ചോറ് ഇത്രേ തന്നുള്ളൂ, ഇത് മതിന്നാ പറഞ്ഞേക്കുന്നേ. ജോസിന്റെ അമ്മ മരിച്ചു. ഇന്ന് അവന്റെ ഇളയപ്പം വന്നിരുന്നു. ജോസ് എത്തൂന്ന് കരുതി പിറ്റേ ദിവസം വരെ കാത്തു അത്രേ. പാവം. നമ്മുടെയൊക്കെ ആരെങ്കിലും മരിച്ചാ ഒന്നും കാണാൻ പറ്റില്ല അല്ലേ? എന്തിനാ കാണണേ? ആവശ്യമുള്ളവർ വേണ്ട സമയത്ത് കുഴിച്ചു മൂടിക്കോളും. ബാബു, എന്താ ഇങ്ങനെ? എങ്ങനെ? മറ്റാരോടും വേണ്ട, സ്വന്തം അമ്മയോടെങ്കിലും ഇത്തിരി സ്നേഹം വേണ്ടേ? എനിക്ക് വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോ കേൾക്കട്ടെ, എനിക്ക് മനസ്സിലാവില്ല. അച്ഛൻ, അമ്മ, സ്നേഹം എല്ലാം കള്ളത്തരാ, എല്ലാം. ഏതായാലും പോണ്ടോ നീ? ബാബുവിന് ആരുമില്ല, അച്ഛനും അമ്മയും ആരുമില്ല. ഉണ്ടായിരിക്കും, പക്ഷേങ്കില് അച്ഛനെ കണ്ട ഓർമ്മയില്ല. അമ്മയെ നല്ല ഓർമ്മയുണ്ട്. ഒരു വലിയ വീട്ടില് അടുക്കളപ്പണിയായിരുന്നു. അവിടുത്തെ ആരെങ്കിലും ആയിരിക്കും അച്ഛൻ. അമ്മ അവനെ കളയാ ചെയ്തേ ഒരു ബസ് സ്റ്റാൻഡില്. കളയേ? അമ്മയ്ക്ക് മക്കളെ കണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഇടയ്ക്ക് അമ്മയെ കാണാൻ ഒരു താടിക്കാരൻ വരണത് അവന് ഓർമ്മയുണ്ട്. അക്കാരനായിരിക്കും. അങ്ങേരുടെ കൂടെ അവര് പോയി. 3-4 കൊല്ലം പിച്ചക്കാരുടെ കൂടെയായിരുന്നു അവൻ. പിന്നെ ബാലമന്ദിരം, ഇവിടെ കുട്ടികളുടെ ജയിലിൽ തന്നെയായിരുന്നു കഴിഞ്ഞ 10 വർഷവും. ഇതൊക്കെ ആരും അവനോട് ചോദിക്കരുത് കേട്ടോ, കൊല്ലും അവൻ. ആരോടും പറയാത്തതാ. ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി എന്നോട് പറഞ്ഞതാ. എന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്താ നിങ്ങൾക്ക് ഉറങ്ങാറായില്ലേ? ഉറക്കം വരണ്ടേ എന്റെ സാറേ? എന്റെ അടുത്തല്ലേ നിങ്ങളുടെ കളി നടക്കുള്ളൂ. ഒത്തുങ്ങി വന്നേ. വേഗം കിടന്ന് ഉറങ്ങിക്കോ, ലൈറ്റ് ഞാൻ കിടത്താൻ പോവാ.
എന്താ തെമ്മാടത്തിനെ കാണിച്ചിട്ടില്ലേ? പട്ടിണി കിടക്കുമ്പോൾ പഠിച്ചോളും. ആ പോ പോടാ. എന്താ കഷ്ണം വേണോ? കഷ്ണത്തിരിപ്പം ഞാനവിടെ ആ എന്താടാ ഇറങ്ങുന്നില്ലേ? ചോറിൽ ഈച്ച എടുക്ക. ഓ, ഒരു ഈച്ച ചത്തു വീണെന്ന് വെച്ച് അത് എടുത്ത് കളഞ്ഞിട്ട് ഉണ്ടടാ. എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ കൊണ്ടുപോയി കളാ. പക്ഷെ വേറെ ചോറ് കിട്ടില്ല. വേണ്ട. ബാബു വേഗം കഴിച്ചോ. നീ ഉണ്ടില്ലേ? ഞങ്ങൾ 3 നേരം ആഹാരം കഴിക്കുന്നല്ലേ. നിനക്ക് അത്താഴം മാത്രമേ ഉള്ളൂ. വേഗം ആവട്ടെ, ആരെങ്കിലും കാണുന്നതിന് മുൻപ്. കഴിക്കേ. നിനക്ക് സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? ലാക്കപ്പിൽ കയറി പിള്ളേരെ തല്ലിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ. ഒരു കണക്കിനാ ഞാൻ അവരെ ലാക്കപ്പ് ചെയ്തത്. സമ്മതിക്കണം തന്നെ. സുഗുണം സാർ ഇല്ലായിരുന്നതുകൊണ്ടാണ് എല്ലാം കുഴപ്പമായത്. അയാളുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ചത്തേനെ. അവസാനം കൊലപാതകത്തിനെ ഞാൻ സമാധാനം പറയേണ്ടി വന്നേനെ. എന്റെ ബാഗും കൂടെയും ക്ലാസ്സിലാ, അതൊന്നും എടുക്കണമായിരുന്നു. താൻ ധൈര്യമായിട്ട് പോയെടുത്തോ. അവരൊക്കെ ലാക്കപ്പിലാ, പിന്നെന്തിനാ പേടിക്കുന്നേ? സാർ, എനിക്കൊരാഴ്ചത്തെ ലീവ് വേണം. എനിക്കും വേണം. എല്ലാവരും ലീവ് എടുത്താ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ? ഞാനൊരു രാജിക്കത്ത് എഴുതി കൊടുത്തേക്കാം. എന്താ പോരെ? ഇന്ന് അത്താഴം വെക്കണോ? വേണ്ട, ഇനിയിപ്പോ ലാക്കപ്പ് തുറക്കണ്ട. ഞാനാ നൈറ്റ് ഡ്യൂട്ടി. എനിക്ക് വയ്യ പുലിവാലി പിടിക്കാൻ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലടോ. തനിക്ക് അങ്ങനെ പറയാം. താൻ പിള്ളേരെ സോപ്പിട്ട് പോക്കറ്റിലാക്കിക്കല്ലേ. അഡീഷണൽ ഡ്യൂട്ടിക്ക് 3-4 ഗാർഡ്സിനെ കൂടി തരാൻ സാറൊന്ന് എഴുതി നോക്ക്. ഞാൻ ഇതൊക്കെ പല പ്രാവശ്യം എഴുതിയതാ. തരാന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരുത്തിനും തന്നിട്ടില്ല. സൂപ്പർവൈസറുടെ പോസ്റ്റ് ഒഴിഞ്ഞിട്ട് കൊല്ലം 1 ആയി. ദാ വരുന്നു എന്ന് പറയുന്നതല്ലാതെ
ആര് വരാൻ? ഇപ്പൊ ഓർഡർ വന്നിട്ടുണ്ട്, വരുമാവോ? വന്നിട്ട് എന്ത് ചെയ്യാനാ? 10ഉം 15ഉം കൊല്ലം സർവീസ് ഉള്ള നമ്മൾ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നു. പിന്നെയാ ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരു ഡയറക്ടർ റിക്രൂട്ട്. ഈ ബഹളത്തിനിടയിലേക്ക് വന്നാൽ അയാൾ ഉള്ള ജീവനും കൊണ്ട് സ്ഥലം വിടും. ആരെങ്കിലും പിടിച്ച് വല്ല സബ് ജയിലിലേക്കും പോസ്റ്റിംഗ് വാങ്ങുകയുള്ളൂ. ഇങ്ങോട്ട് ആരും വരാൻ പോകുന്നില്ല. എന്തു വേണം? ഇന്ന് സന്ദർശകരെ അനുവദിക്കുന്നതല്ല. സന്ദർശകനല്ല, എന്റെ പേര് രാമഭദ്രൻ. ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നത്. സൂപ്രണ്ട് വന്നിട്ടില്ല, വരാൻ നേരായി. സാർ ഇരിക്കെ, CPOയെ വിളിക്കാം. പത്രോ സാറേ, പുതിയ സൂപ്പർവൈസർ സാർ വന്നിരിക്കുന്നു. എൻ്റെ പേര് പത്രോസ്, ഇവിടുത്തെ ചീഫ് പെറ്റി ഓഫീസറാ. വരുമെന്ന് കുറെ നാളായി പറഞ്ഞു കേൾക്കുന്നു. സാറിന്റെ വീട് എവിടാ? വീടിനിപ്പോ ഇതാണല്ലോ. കുട്ടികൾ ആരെയും കാണുന്നില്ല. ലോക്കപ്പ് തുറന്നിട്ടില്ല. ഇതിനുള്ളിലും ലോക്കപ്പ് ഉണ്ടോ? ഇതൊരു സ്കൂളല്ലേ? അതെ, എങ്കിലും ക്രിമിനൽസ് ആണല്ലോ. 6 മണിക്ക് അത്താഴം കൊടുത്ത് ലോക്കപ്പ് ചെയ്യും, പിന്നെ പിറ്റേന്ന് 6 മണിക്കാ തുറക്കുക. ഓ, ഇപ്പൊ മണി 8 കഴിഞ്ഞല്ലോ. അത് ഇന്നലെ ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം സൂപ്രണ്ടും സൂപ്പർവൈസറും എത്തിയിട്ടേ തുറക്കുന്നുള്ളൂ. ഓ, പിള്ളേർ മഹാപോഗ്രികളാ. ഒപ്പിട്ടോളൂ. പത്രോസേ, രാമഭദ്രൻ്റെ ഒരു മേശയും കസേരയും ശരിയാക്കി കൊടുക്കണം. ശരി. 2-3 ദിവസം സുഗുണൻ ലീവാ. കുറച്ച് ദിവസം അയാളുടെ കൂടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അതുവരെ പിള്ളേരോട് അധികം അടുത്തിടപെടണ്ട. ഒക്കെ തെമ്മാടികളാ. അതൊന്നും സാരമില്ലെന്നേ. എന്റെ പൊന്നു സാറേ, സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോളണം. ഇല്ലെങ്കിൽ അവന്മാരെ ഡെഡ് ബോഡി പോലും തരില്ല. പത്രോസേ, താക്കോലിട്ടില്ലേ? ലോക്കപ്പ് തുറന്നോളൂ. ഞാനും വരാം. ഇന്ന് ലോക്കപ്പ് ഞാൻ തന്നെ തുറക്കാം. താക്കോലിഞ്ഞതാ. അല്ല, സൂക്ഷിക്കണം. ഓ, മിസ്റ്റർ രാമഭദ്രൻ, ഇത് കയ്യിൽ വെച്ചോളൂ. ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. എന്നാലും ആദ്യത്തെ ദിവസം തന്നെ ചൂരലെടുക്കണോ? ഇതിനേക്കാൾ നല്ല ഒരു ആയുധം ഞാൻ കരുതിയിട്ടുണ്ട്. എന്തായതാണാവോ? വല്ല കത്തിയോ നോക്കാൻ വെച്ചായിരിക്കും. അതാ മൂപ്പർ ഇത്ര ധൈര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്. ലോക്കപ്പ് തുറക്കാൻ സമയം വൈകിയത് കൊണ്ടാ ഇവിടെയൊക്കെ മൂത്രമൊഴിച്ച് വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം പുതിയ സൂപ്പർവൈസർ സാറാ. പേര് രാമഭദ്രൻ. എടാ, സാർ സൂക്ഷിക്കണം. ഇവർ ഇന്നലെ ഒരു പെറ്റി ഓഫീസറെ തല്ലി കൊല്ലാറാക്കിയതാ. അത് ഇന്നലെയല്ലേ? ഞാൻ ഇവരുടെ ശത്രുവൊന്നുമല്ല. പുതിയ ആളാണ്. പേര് അറിയാം. അത് തുറക്കണ്ട സാർ. ഇവനെ പകലൊന്നും പുറത്തു വിടാറില്ല. പ്രഭാത കൃത്യങ്ങൾക്ക് ഒരു പെറ്റി ഓഫീസർ കൊണ്ടുപോകാറാണ് പതിവ്. സാരമില്ല സാർ, സൂണൻ സാറിന്റെ തീരുമാനമാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞോളാം. എന്താ പേര്? നിന്റെ വായിലെ നാവിലിടാം. ദേഷ്യപ്പെടണ്ട. ഇന്നു മുതൽ ഈ ലോക്കപ്പ് സിസ്റ്റം വേണ്ട. ആ വലിയ മതിൽ തന്നെ ധാരാളമല്ലേ? വരും. നിങ്ങൾ എന്ത് വിവരക്കേടാണ് പറയുന്നത്? ഉദ്യോഗസ്ഥന്മാർക്ക് സമാധാനത്തോടെ ഇവിടെ ജോലി ചെയ്യണ്ടേ? ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യാൻ അവസരമുണ്ടാക്കുകയല്ലോ ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. വഴിതെറ്റിപ്പോവരെ നേർവഴിക്ക് കൊണ്ടുവരികയല്ലേ? അതുകൊണ്ടാണല്ലോ ദുർഗണ പരിഹാര പാഠശാലയായത്. റൂൾസ് തെറ്റിക്കാൻ പറ്റുമോ? ലോക്കപ്പ് ചെയ്യണമെന്നാണ് ഇവിടുത്തെ ചട്ടം. തെറ്റേണ്ട റൂൾസ് തെറ്റണം. ഈ കുട്ടികളോടുള്ള കാഴ്ചപ്പാടും ചട്ടങ്ങളും എല്ലാം പഴകിയതാണ്. അത് മാറണം. അത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. നമ്മളെക്കാൾ അവകാശം മറ്റാർക്കാണ്? നമ്മളാണ് ഇവരോട് ഇടപെടുന്നത്. നമുക്കാണ് ഇവരെ അടുത്തറിയാവുന്നത്. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? കൗമാരം വിട്ട കുട്ടികളാണ് സാർ ഇവര്. സ്വാഭാവികമായിട്ടും തെറ്റുകൾ പറ്റാവുന്ന പ്രായം. പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്തു പോയ ചില തെറ്റുകൾ പിടിക്കപ്പെട്ടു പോയതാണ് ഇവരുടെ നിർഭാഗ്യം.
കുറ്റവാളികളായിട്ട് നമ്മൾ അവരെ കാണുന്നു, തടവിലിടുന്നു. കൗമാരങ്ങളിൽ തെറ്റുപറ്റാത്ത ആരുണ്ട് സർ? താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം സർ. ഇവർ കുറ്റവാളികളാണെന്നത് മറക്കാം. നമ്മൾ ജയിൽ ഉദ്യോഗസ്ഥന്മാരല്ല, അധ്യാപകരാണെന്ന് കരുതാം. ഇവർക്കൊരല്പം സ്വാതന്ത്ര്യവും സ്നേഹവും കൊടുത്തു നോക്കാം. സുഗുണൻ സമ്മതിക്കില്ല. അതിന്റെ ആവശ്യമുണ്ടോ സർ? സുഗുണനും എന്നെ പോലെ തന്നെ ഒരു സൂപ്പർവൈസിംഗ് ഓഫീസറല്ലേ? സാറാണ് സൂപ്രണ്ട്. സാർ എന്നോട് സഹകരിച്ചാൽ മതി. അവസാനം തൊപ്പി ധരിക്കുന്നത് എൻ്റെതായിരിക്കും. എന്റെ തൊപ്പി തെറിച്ചിട്ടേ സാറിനെ തെറിക്കൂ. നമ്മുടെ ഐ ജിയുടെ എല്ലാ സഹകരണങ്ങളും നമുക്കുണ്ടാവും. അദ്ദേഹത്തിന് ഈ സിസ്റ്റം ആകെ ഒന്ന് മാറ്റിയെടുത്താൽ കൊള്ളാവുന്നുണ്ട്. ഒരു പരീക്ഷണത്തിന് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. ഐ ജി സമ്മതിച്ചിട്ടാണോ? ഉം. ഓ, ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. ഐ ജി നേരിട്ടറിയൂ? അറിയാം. എങ്കിൽ എന്നെ ഇവിടെ നിന്ന് മാറ്റാൻ പറയൂ. സെൻട്രൽ ജയിലിൽ പോയാൽ ഇതിലും സമാധാനമുണ്ട്. എനിക്കപ്പോൾ ഒരു നല്ല സൂപ്രണ്ടിനെ നഷ്ടപ്പെടില്ലേ? അത് വേണ്ട.